ഹായ് സുഹൃത്തുക്കളെ, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് എങ്ങനെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം എന്നുള്ളത് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ വിശദമായിട്ടല്ല ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഈ കാണുന്നതാണ് ആസിഡ് സ്ലറി. ഇത് നമുക്ക് പതയൊക്കെ വരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള, പത കൂടുതൽ വരാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ലിക്വിഡാണ്, ആസിഡാണ്. ഇത് SLES എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത് നമുക്ക് അതിൽ വരുന്ന സ്മെല്ലിന് വേണ്ടിയിട്ട്, നമ്മൾ ഹാൻഡ് വാഷിനുള്ള സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിൽ ഉപ്പും വിസ്കോ കാസ്റ്റിക് സോഡ എന്നും പറഞ്ഞിട്ടുള്ളൊരു 2 പൊടിയാണ് കൂടിയുള്ളത്. നമുക്ക് അതിൻ്റെ ഹാൻഡ് വാഷിന് ഒരു കളർ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പൊടിയാണ്, കളർ പൊടിയാണ്, അതും മതി. പിന്നെ നമുക്ക് ഇളക്കാനുള്ളൊരു കോല്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നല്ല ബലമുള്ളൊരു ബക്കറ്റ്, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 ലിറ്റർ വെള്ളവും. നമ്മൾ ഇതിൽ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇതിട്ട് ഇളക്കുന്നതിൻ്റെ നമ്മൾ കൈമേലേക്ക് ഇത് തെറിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിക്കുക. ഗ്ലൗസൊക്കെ എപ്പോഴും യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യണം. പിന്നെ പിള്ളേരെ ഒന്നും നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് നിർത്തരുത്. കാരണം ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതിനൊരു പവറുണ്ട്, ആസിഡ് തമ്മിൽ ഇതൊക്കെ തമ്മിൽ യോജിക്കുന്ന ഒരു പവറുണ്ട്. ആ പവറിൽ ആ സാധനം നമ്മൾ മണത്താനോ ഇതിനൊന്നും പാടില്ല. അപ്പോൾ പിള്ളേരെ പരമാവധി ഒഴിവാക്കണം. ഇതാണ് നമ്മളെ സില്ലറി നമ്മൾ ആദ്യമായിട്ട് ബക്കറ്റിൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ SLES എന്നുള്ള ഈ ഇത് വയ്ക്കുന്നു. ജെല്ല് പോലെയാണ്. നമ്മളെ ഹാൻഡ് വാഷ് നല്ല ജെല്ല് പോലെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് രണ്ടും നമ്മൾ ഒഴിച്ചതിൻ്റെ പിന്നാലെ നമ്മൾ ഇതൊന്ന് നല്ലോണം കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ തന്നെ അതൊരു കെമിക്കൽ റിയാക്ഷൻ ഇതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പത പോലെ വരണതുണ്ട. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത്യാവശ്യം നോക്കി പത പറയണ്ട. നല്ല ഇളക്കണ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. 10 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റോളം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബദലായിട്ടാണ് ഈ കാണുന്ന പത കാണുന്നത്. ഇളക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇളക്കണം കേട്ടോ. അതെപ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഈ പത എടുത്ത് മാറ്റണം. നമ്മൾ ഈ പത മാറ്റണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പത മാറ്റില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മിക്സ് ചെയ്യാനുള്ള നമ്മളെ ബാക്കിയുള്ള കെമിക്കലുകൾ ചേർക്കുമ്പോൾ ഈ പതയമൽ ഒട്ടി നിൽക്കും. കളറൊക്കെ ഈ പതയമൽ ഒട്ടി നിന്ന് നമുക്കത് മിക്സ് മാറ്റി പതകളൊക്കെ മാറ്റി ഇപ്പം നമ്മൾ ഈ ലെവലിലായി നമ്മളെ കളറൊക്കെ ഈ കളറാണ് കിട്ടിയേക്കണത്. അപ്പോൾ 4 മണിക്കൂർ ഇത് നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കി ഇത് ഈ കണ്ടീഷനാണ് ഇരിക്കുന്നത്. നോക്കി ഇത് ഈ പരിവായി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ അതിൽ 2 കവറിൽ ഒന്ന് വിസ്കോവും പിന്നെ ഒന്ന് സാൾട്ടും കൂടി വരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ വിസ്കോ എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം.
അത് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാനതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഞാൻ വാങ്ങിയ കടയുടെ പേരും ഫോൺ നമ്പറും ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യാൻ മറക്കരുത്. സോപ്പ് പൗഡർ ഉണ്ടാക്കുന്ന രീതിയും ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ വീടുകളിൽ ഡെയിലി യൂസിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കതിനൊരു സ്മെല്ല് വരാൻ വേണ്ടി നമ്മളൊരു പെർഫ്യൂം വാങ്ങിയിരുന്നു. ആ പെർഫ്യൂം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ശേഷം നമ്മളൊരു കളറ് വേണം. പല ടൈപ്പ് കളറുകൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വാങ്ങിയത് ഈ കളറാണ്. അത് നമ്മൾ ഒരു വെള്ളത്തിൽ ഇത്തിരി കലക്കിയതിന് ശേഷം അതിൽ ഒഴിച്ച് അതും നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൊഴുപ്പും നല്ല രീതിയിൽ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കെമിക്കലിൻ്റെ ഒക്കെ അംശങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പരമാവധി ഇത് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.